ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ആ തോട്ടത്തിലെ കല്ലറയിലെത്തി. അവിടെ ഈശോയെ കണ്ടില്ല. അവൾ ഉടനെ ഓടി പത്രോസിനോട് യോഹന്നാനോടും പറഞ്ഞു, ഈശോയുടെ ശരീരം കാണാനില്ല. പത്രോസും യോഹന്നാനും കല്ലറയിലേക്ക് ഓടി. അവർ രണ്ടുപേരും കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ച് ചുറ്റും നോക്കി. അവർ ഈശോയെ കണ്ടില്ല. കച്ചയും തൂവാലയും ഒക്കെ കണ്ടു. അവിടെ ഈശോ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞവർ മടങ്ങിപ്പോയി. പിന്നാലെ വന്ന മഗ്ദലന മറിയം അവിടെ ഈശോ ഇല്ല എന്ന് മനസ്സിലാക്കി പോകാൻ അവൾക്ക് പറ്റുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. എന്റെ കർത്താവ് ഇവിടെ. ആദ്യം വന്ന 2 ശിഷ്യന്മാരും അന്വേഷിച്ച യഥാർത്ഥത്തിൽ ഈശോയല്ല, ഈശോയെക്കുറിച്ച് കേട്ട വാർത്തയുടെ നിജസ്ഥിതിയാണ്. അവർ അത് മനസ്സിലാക്കി തിരിച്ചുപോയി. പക്ഷേ ഈ പെൺകുട്ടിക്കാകട്ടെ ക്രിസ്തു അവിടെ ഇല്ല എന്നറിഞ്ഞ് പോകാൻ കഴിയില്ല. അവൾ കരഞ്ഞുകൊണ്ട് കല്ലറയ്ക്ക് വെളിയിൽ നിന്നു. എന്റെ കർത്താവ് എവിടെ? 2 മാലാഖമാർ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ ചോദിച്ചു, എന്റെ കർത്താവ് എവിടെ? ക്രിസ്തുവിനെ കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങളല്ല അന്വേഷിക്കേണ്ടത്, ക്രിസ്തുവിനെ തന്നെയാണ്. അത് കണ്ണീരണിഞ്ഞ സ്നേഹത്തോടുള്ള അന്വേഷണമാണ്. അവൾക്ക് കല്ലറ വിട്ടു പോകാൻ പറ്റുന്നില്ല. അവളുടെ പ്രിയപ്പെട്ട ഒരാൾ പോയിരിക്കുന്നു. അയാള് അവൾക്ക് വീണ്ടും കാണണം. എന്റെ ഈശോ എവിടെ? അവൾക്കൊന്നും വേണ്ട, ആ ക്രിസ്തുവിന്റെ ശരീരമെന്ന് കിട്ടിയാൽ മതി. അത്രമാത്രം സ്നേഹത്തോടെ അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആരോ നടന്നു വരുന്ന ഒരു സ്വരം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തോട്ടക്കാരൻ. ആ തോട്ടക്കാരൻ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, പ്രഭു, നിങ്ങൾക്കറിയുമോ എന്റെ കർത്താവ് എവിടെയെന്ന്? പറ, നിങ്ങൾ കൊണ്ടുപോയി എന്റെ കർത്താവിനെ. കൊണ്ടുപോയെങ്കിൽ പറ, എന്റെ കർത്താവിനെ നിങ്ങൾ എവിടെ വെച്ചു? ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം എന്റെ കർത്താവിനെ. ഒരു തോട്ടക്കാരന്റെ കോസ്റ്റ്യൂമിൽ മറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിന് പിടിച്ചു നിൽക്കാനായില്ല ആ സ്നേഹത്തിന് മുമ്പിൽ. അവൻ ചങ്കുപൊട്ടി വിളിച്ചു, മറിയം. ആ വിളി അവൾ തിരിച്ചറിഞ്ഞു. ഇത്ര സ്നേഹത്തോട് ആരും അവളെ വിളിച്ചിട്ടില്ല. അവൾ വിളിച്ചു, ഗുരു. ക്രിസ്തുവിനെ കുറിച്ച് അന്വേഷിക്കുന്നവരുടെ മുമ്പിൽ ക്രിസ്തു തെളിയുന്നില്ല. ക്രിസ്തുവിനെ കണ്ണീരോടെ അന്വേഷിക്കുന്നവരുടെ മുമ്പിൽ ക്രിസ്തു തെളിയുന്നു. ഒരു തോട്ടക്കാരിൽ നിന്നും ക്രിസ്തു പുറത്തു വരുന്നു. സർവപ്രപഞ്ചത്തിനും പിന്നിൽ മറയുന്നൊരു ദൈവം സ്നേഹത്തോടെ, കണ്ണീരണിഞ്ഞ സ്നേഹത്തോടെ നോക്കുന്നവന്റെ മുന്നിലേക്ക് എടുത്തു ചാടുന്നു, മറഞ്ഞിരിക്കാൻ കഴിയാതെ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് എന്ത് കാര്യം? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നില്ല എങ്കിൽ. ഈസ്റ്റർ മംഗളങ്ങൾ. നന്ദി.